ഹലോ എവരിവൺ, നിയോസ് കോളേജിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് +2 സോഷ്യോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 27ാമത്തെ ചാപ്റ്റർ കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അടുത്ത പോയിന്റ് എൻഡോഗമി. നിങ്ങൾ എൻഡോഗമി എന്ന് കേൾക്കുമ്പോൾ ഞാൻ തന്നെ നിങ്ങൾക്ക് മാരേജ് വിവാഹം എന്നൊരു ടോപ്പിക് മുന്നേ എടുത്തു തന്നിട്ടുണ്ട്. വാട്ട് ഈസ് മാരേജ്? മാരേജിൽ തന്നെ പലതരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാരേജ് പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും അത് കേട്ടിരുന്നതാണ്. അതിൽ എൻഡോഗമി അല്ലെ, ഒരാള് മറ്റൊരാളെ കല്യാണം കഴിക്കുന്ന അല്ലെ, ഒരു പുരുഷന് സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ എൻഡോഗമി. അതിൽ തന്നെ എൻഡോഗമിയിൽ എന്താ പറയുന്നത്, ഒരു ജാതിയിൽപ്പെട്ട ആൾ അടുത്ത ജാതിയിൽ അതേ ജാതിയിലുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോഴാണ് എൻഡോഗമി വരിക. ഒരു ജാതിയിൽപ്പെട്ട ആള് അയാളുടെ അതേ ജാതിയിലുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ അതെന്താണ്, എൻഡോഗമി. അപ്പോ ഈ പറഞ്ഞ ജാതിയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, എൻഡോഗമി എന്നുള്ള സിസ്റ്റം അതിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ഒരു ജാതിയിൽപ്പെട്ട ആളുകൾ അതേ ജാതിയിലുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷനും ഇതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ടൊക്കെ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്, പക്ഷെ അത് എൻഡോഗമി ആവില്ല, ഡിഫറെന്റ് സിസ്റ്റം ആയിരിക്കും. പക്ഷെ കൂടുതലായിട്ടും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കണ്ടുവരുന്ന കൂടുതലായിട്ട് പ്രൊമോട്ടഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് സ്വന്തം ജാതിയിൽ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കുക, വേളി കഴിച്ചു കൊടുക്കുക എന്നുള്ള സിസ്റ്റം. അപ്പൊ അതും ഈ കാസ്റ്റിന്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 3 പോയിന്റുകൾ ഓർത്തോ. നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് വൈസ് ആക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് നമ്മുടെ ആൻസേഴ്സിനെ നമ്മുടെ ആ പരീക്ഷ ഹാളിൽ നിങ്ങൾക്ക്, അപ്പൊ എന്റെ ക്ലാസ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരം വരുന്ന എപ്പോഴറിയോ, പരീക്ഷ ഹാളിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ. അന്ന് നിങ്ങൾ എല്ലാവരെയും മറക്കും, നിങ്ങൾ എല്ലാത്തിനെയും മറക്കും. എന്നെ നിങ്ങൾ മറക്കില്ല, കാരണം ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലോട്ട് വരിക ആ സമയത്താണ്. ഇന്ന് നിങ്ങൾ ഇത് ആത്മാർത്ഥയോടെ കേട്ടിരുന്നു, അന്ന് നിങ്ങളിലോട്ട് ഞാൻ വരും. ഓക്കെ, ഞാൻ നിങ്ങളിലോട്ട് വരുന്നത് എപ്പോഴായിരിക്കും, നിങ്ങളുടെ പരീക്ഷ ഹാളിൽ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആൻസർ രൂപത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിൽ വരും. അത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്, അവിടെയാണ് നിങ്ങൾക്ക് ഉപകാരം വരുന്നത്. സോ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാസ്റ്റ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകൾ, അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ രൂപങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് ദ സൊസൈറ്റി. ഒരു സമൂഹത്തെ, ഒരു സമൂഹത്തെ വിഭജിക്കുന്നതിൽ അതിൻ്റെതായിട്ടുള്ള ഒരു റോൾ ഉണ്ട് അല്ലെ. ജാതി അടിസ്ഥാനത്തിലൊക്കെ നമ്മുടെ സമൂഹത്തെ വിഭജിച്ചിട്ടുണ്ട്. മതമടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ സമൂഹത്തെ വേർതിരിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ആ വിഭാഗത്തിൽപ്പെട്ട ഈ ജാതിയിലുള്ള ആ ജാതി, അങ്ങനെയുള്ള ഓരോരോ കാറ്റഗറി നമുക്ക് വരുന്ന എങ്ങനെ ഒരു വിഭജനം, ഒരു ഡിവിഷൻ, ഒരു സെഗ്മെന്റൽ ഡിവിഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അത് ജാതി അടിസ്ഥാനത്തിൽ കാണാൻ സാധിക്കും. പോയിന്റ് കിട്ടിയോ? നമ്പർ 1 കിട്ടിയോ? ശരി. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കാം, സോഷ്യൽ ആൻഡ് റിലീജിയസ് ഹൈറാർക്കി. സാമൂഹികപരമായിട്ടും അതേപോലെ മതപരവുമായിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു പ്രാധാന്യം. എന്താ, അങ്ങനെ നമുക്ക് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പറയാം ഒരു മരണം നടക്കുമ്പോൾ ഈ ഒരു ജാതിയിൽ ഒരാൾ മരിച്ചാൽ, ആ ഒരു മതത്തിൽ ഒരാൾ മരിച്ചാൽ അവർ മരണ ചടങ്ങുകൾ നടത്തുന്ന ഈ രീതിയിലാണ്, ഇവർ ഈ രീതിയിലാണ്. പക്ഷെ സമൂഹത്തിൽ നിൽക്കുമ്പോൾ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള മൂല്യങ്ങളുണ്ട്, അതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മതപരമായിട്ട് സാമൂഹികപരമായിട്ടുള്ള ഓരോ കൾച്ചറുകൾ, ഓരോ സിസ്റ്റം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശരി. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന്റെ ഉത്തരങ്ങൾ നമ്മൾ ഒരു പോയിന്റ് സിസ്റ്റം ആക്കി എഴുതാൻ അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു ക്ലാസ് മാത്രം മതി ഇതിന്റെ ആൻസർ പരീക്ഷ വരെ മറക്കാതിരിക്കാൻ. പെന്നിങ്ങനെ എടുത്തിങ്ങനെ എഴുതുമ്പോൾ പെന്നിലോട്ട് ഈ സംഭവം വരണ്ടേ, മനസ്സ് കൊണ്ടുപോയി മനസ്സിൽ ഇൻസ്റ്റാൾ ചെയ്ത് പെന്നിനോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ് പെന്നിന്ന് പേപ്പറിലോട്ട് കൊണ്ടുവരുമ്പോ ഏതെങ്കിലുമൊക്കെ പോയിന്റ് വിട്ടുപോകൂലേ, അത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണ്ടന്റ് അങ്ങനെ ഇരുന്ന് കാണാപ്പാടം പഠിക്കല്ലേ മക്കളെ, ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മതി എന്ന് പറയുന്നത്.